ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ സംസ്ഥാനത്ത്. കാർഷിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതും അഭിവൃദ്ധിയുള്ളതുമാക്കാനാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താമരശ്ശേരിയിൽ 10ാം ക്ലാസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ 5 വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താനൊരുങ്ങി സംസ്ഥാന വനം വകുപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച നിലയിൽ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതും അഭിവൃദ്ധിയുള്ളതുമാക്കാനാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃഷിയും ഗ്രാമീണ സമൃദ്ധിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷിയെ വികസനത്തിന്റെ മുഖ്യ ഘടകമായി കണക്കാക്കി കർഷകരെ ആദരവോടെയാണ് രാജ്യം കാണുന്നത്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ കാർഷികോൽപാദനക്ഷമതയുള്ള 100 ജില്ലകളുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന പിഎം ധൻ ധാന്യ കൃഷി യോജന കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. कृषि सुधार किसानों का सशक्तिकरण और मजबूत वैल्यू चेन ने इसे संभव बनाया है. अब हमें देश के एग्रीकल्चर पोटेंशियल का पूरा इस्तेमाल करके और भी बड़े टारगेट पाने तक पहुंचना है. इसी दिशा में हमने बजट में पीएम धन धान्य कृषि योजना का ऐलान किया है. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ തിരുവനന്തപുരത്തെത്തും. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പരിപാടി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പരിപാടിയിൽ പങ്കെടുക്കും. വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതിനുതകുന്ന വിവിധ പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ കമ്മീഷന്റെ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീയുടെ അവകാശവും മാന്യതയും പലപ്പോഴും എഴുത്തുകളിലും ചർച്ചകളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. ഈ കാഴ്ചപ്പാട് തിരുത്തണം. സ്ത്രീകളെ മനുഷ്യത്വത്തോടെയും ആദരവോടെയും കാണാനുള്ള മനസ്ഥിതി സമൂഹത്തിലാകെ വളർത്തുകയും ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ സ്ത്രീ ശക്തി ജാഗ്രതാ സമിതി പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. വന അതിർത്തിയിലൂടെയുള്ള വന്യമൃഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താനൊരുങ്ങി വനം വകുപ്പ്. കേരളത്തിലെ വന വന്യജീവി സ്വഭാവം അടിസ്ഥാനമാക്കി വന്യമൃഗങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനം മെഷീൻ ലേണിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കും. സോളാർ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ, റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം, തെർമൽ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂളിലുണ്ടായ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥി മരിച്ച കേസിൽ 5 വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവ്. ഇന്ന് ബോർഡ് മുൻപാകെ ഹാജരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളിയാണ് ഉത്തരവ്. കുട്ടികൾക്ക് എസ്എസ്എൽസി പരീക്ഷ എഴുതാനുള്ള അനുമതി ബോർഡ് നൽകി. കേസിൽ അന്വേഷണം തുടരും. സംഘർഷത്തെ തുടർന്ന് മരിച്ച താമരശ്ശേരി ചുങ്കം സ്വദേശി ഷഹബാസ് മുഹമ്മദിന്റെ ഖബറടക്കം കെടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ 10ാം ക്ലാസുകാരൻ മരിച്ച സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. സൈബർ കുറ്റാന്വേഷണ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങളാണ് കേരള പോലീസ് സ്വന്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ സജ്ജമാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ സമീപിക്കുന്ന പൊതുജനങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പോലീസ് സേവനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനായുള്ള പരാതി പരിഹാര സംവിധാനം ഇന്നു മുതൽ നിലവിൽ വരികയാണ്. ഇതിനായി ഓരോ പോലീസ് സ്റ്റേഷനുകളിലും QR കോഡ് പ്രദർശിപ്പിക്കും. ജനപക്ഷത്തു നിന്നുകൊണ്ടാവണം പോലീസുകാർ കൃത്യനിർവഹണം നടത്തേണ്ടത്. പൊതുജനങ്ങളോട് മൃദുവായും കുറ്റവാളികളോട് ദൃഢമായും പെരുമാറാൻ കഴിയണം. ആരുടെയും സമീപനം മറിച്ചാകരുത്. സമീപകാലത്ത് സംസ്ഥാനത്ത് വ്യാപകമാകുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ പോലീസിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
സംസ്ഥാനത്ത് ലഹരി വ്യാപനം രൂക്ഷമായതോടെ അക്രമ സംഭവങ്ങളും കൂടിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലഹരിയുടെ സ്രോതസ് കണ്ടെത്താൻ ഒരു സർക്കാർ ഏജൻസിയും ശ്രമിക്കുന്നില്ലെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിനൊപ്പം തെളിവ് ശേഖരിച്ച് എൻഡിപിഎസ് ചട്ടപ്രകാരം പ്രതികളെ ജയിലിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനം ലഹരി മാഫിയയുടെ പിടിയിലാണെന്നും ഇതിനെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അടുത്ത അധ്യയന വർഷം മുതൽ പ്രൈമറി തലത്തിൽ ഉൾപ്പെടെ സ്പോർട്സ് പാഠ്യവിഷയമാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കണ്ണൂർ പിണറായി എകെജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ ആവിഷ്കരിക്കും. കായിക മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ കായിക യാത്ര സംഘടിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്തെ മേൽപ്പാലങ്ങളുടെ അടിവശം സൌന്ദര്യവൽക്കരിക്കുന്ന പദ്ധതികളിൽ ആദ്യത്തേത് കൊല്ലത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിക്കാതെ കിടക്കുന്ന പ്രദേശങ്ങൾ ജനസൌഹൃദ മാതൃകാ പൊതു ഇടങ്ങളാക്കി മാറ്റുകയെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി നഗരത്തിലെ റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ ഒരുക്കിയ വി പാർക്കാണ് മന്ത്രി നാടിന് സമർപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതുയിടങ്ങൾ ജനങ്ങൾ തങ്ങുന്ന കേന്ദ്രങ്ങളാക്കുന്നത് ലഹരി സംഘങ്ങൾക്കുള്ള മറുപടിയാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിലെമ്പാടും ഇത്തരം പൊതുയിടങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം നഗരത്തിൽ ടൌൺഹാളിന് എതിർവശം റെയിൽവേ മേൽപ്പാലത്തിനടിയിലുള്ള സ്ഥലമാണ് ഉപയോഗപ്രദമാക്കിയത്. 2 ബാഡ്മിന്റൺ കോർട്ടുകൾ, വോളിബോൾ കോർട്ട്, ഓപ്പൺ ജിംനേഷ്യം തുടങ്ങി വ്യായാമം, കായിക വിനോദങ്ങൾ, യോഗ, വിശ്രമസ്ഥലങ്ങൾ, കഫേ എന്നിവയും വി പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. നേരത്തെ ഏറ്റുമാനൂർ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. 1-ാം വർഷ വിദ്യാർത്ഥികളെ 3-ാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്തെന്നാണ് പരാതി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച നിലയിൽ. 4-ാം ദിവസം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റിന് 249 റൺസ് എന്ന നിലയിലാണ് വിദർഭ. 6 വിക്കറ്റ് ശേഷിക്കെ 286 റൺസ് ലീഡാണ് ഇപ്പോഴുള്ളത്. വിദർഭയ്ക്കായി കരുൺ നായർ സെഞ്ചുറി നേടി. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ കറാച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 38.2 ഓവറിൽ 179 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 38 റൺസ് എടുത്തിട്ടുണ്ട്. പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. മുംബൈ ഫുട്ബോൾ അരീനയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ മോഹൻ ബഗാൻ 1-നെതിരെ 2 ഗോളുകൾക്ക് മുന്നിലാണ്. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ 47-ാം സംസ്ഥാന സമ്മേളനത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ആരംഭിച്ചു. മെയ് 10, 11 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 101 സംസ്കൃത സംഭാഷണ ശിബിരങ്ങൾ നടത്തും. ലക്ഷദ്വീപിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിൽ നടന്ന പരിപാടി ലക്ഷദ്വീപ് BJP ഘടകം അധ്യക്ഷൻ KN കാസിമി ഖോയ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡ് ചെയർമാൻ അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് ഷഹിർ ബാനു തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച വരെ നീട്ടിയതായി മന്ത്രി GR അനിൽ. ഈ മാസം 4-ന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും. ബുധനാഴ്ച മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ സംസ്ഥാനത്ത്. കാർഷിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതും അഭിവൃദ്ധിയുള്ളതുമാക്കാനാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താമരശ്ശേരിയിൽ 10ാം ക്ലാസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ 5 വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താനൊരുങ്ങി സംസ്ഥാന വനംവകുപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച നിലയിൽ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.